സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ റീത്തുകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പാളയത്ത് സംയുക്ത കുരിശിൻ്റെ വഴി നടത്തപ്പെട്ടു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ്, ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ, തിരുവനന്തപുരം മേജർ അതിരൂപത സഹായമെത്രാൻ മാത്യൂസ് മാർ പോളികാർപ്പസ് എന്നിവർ കുരിശിൻ്റെ വഴിയിൽ സംബന്ധിച്ച് സന്ദേശം നൽകി. 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യകുലത്തിന്റെ പാപപരിഹാരാർത്ഥം യേശു സഹിച്ച പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ റീത്തുകൾ സംയുക്തമായി കുരിശിന്റെ വഴിയിൽ പങ്കാളികളായി. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ്, ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ, തിരുവനന്തപുരം മേജർ അതിരൂപത സഹായമെത്രാൻ മാത്യൂസ് മാർ പോളികാർപ്പസ് എന്നിവരുടെ സാന്നിധ്യവും സന്ദേശവും വിശ്വാസികൾക്ക് പ്രചോദനമായി. പീഡാനുഭവത്തിന് മുന്നോടിയായുള്ള വിചാരണയിൽ യേശു 2 തരത്തിലുള്ള വിചാരണകളാണ് നേരിട്ടതെന്ന് പറഞ്ഞ മാർ തോമസ് തറയിൽ, ഏത് കാരണങ്ങൾക്കാണോ യേശു അന്ന് വിചാരണ നേരിട്ടത് അതേ സാഹചര്യം തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി. അസത്യങ്ങളും അർത്ഥസത്യങ്ങളും നിരത്തി അന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് യേശുവിന് അവരെ എതിരാക്കിയതുപോലെ അത്തരമൊരു സാഹചര്യം ഇന്നും നാം ആയിരിക്കുന്ന സമൂഹത്തെ നിലനിൽക്കുന്നുണ്ടെന്നും മാർ തറയിൽ വ്യക്തമാക്കി. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവിനെതിരെ ജനവികാരം ഉണർത്തുന്നതിൽ അവർ വിജയിച്ചെങ്കിൽ ഇന്നും സത്യത്തെ മൂടിവെക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ അസത്യ പ്രചാരണങ്ങളിലൂടെ തന്നെ ഇത് നേടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് നമ്മുടെ പാഠപുസ്തകങ്ങളിലെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ തിരുത്തലുകൾ വരുത്താനായിട്ട് ഭരണകൂടങ്ങൾ മാറി മാറി പരിശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെന്തൊക്കെയോ സത്യങ്ങൾ മൂടിവെക്കാൻ ആഗ്രഹിക്കുന്നു. അവര് സത്യം മുഴുവൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സത്യം പഠിച്ചാൽ ഒരിക്കലും ജനം ഇരുട്ടിലാവില്ല. അവരൊരിക്കലും സ്നേഹത്തിൽ നിന്ന് നന്മയിൽ നിന്ന് അവരൊരിക്കലും പിന്മാറില്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും എല്ലാം സഭയെ കരുതേക്കുവാനും ഈശോയുടെ ഇന്നത്തെ തുടർച്ചയായ സഭയുടെ നന്മകളെ മറച്ചുവെക്കുവാനുമെല്ലാം അസത്യപ്രചാരണങ്ങളെയും അർത്ഥസത്യപ്രചാരണങ്ങളെയും ആശ്രയിക്കുന്ന സത്യാനന്തര ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. യേശു പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കാലം പലസ്തീൻ റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു. സാധാരണ ജനത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു അന്നത്തെ നികുതി. എന്നാൽ ഭരണാധികാരികൾ അവരെ മനസ്സിലാക്കുവാനോ അവരുടെ ഉയർച്ചയ്ക്ക് ആവശ്യമായവ ചെയ്യുവാനോ തയ്യാറായില്ലെന്ന് വ്യക്തമാക്കിയ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, യേശു അഭിമുഖീകരിച്ച സാമൂഹിക പശ്ചാത്തലത്തിന്റെ സമാനതയാണ് നാം ഇന്നും നേരിടുന്നതെന്നും വ്യക്തമാക്കി. ഇന്നത്തെ സാമ്പത്തിക നയങ്ങൾ ദരിദ്രർ കൂടുതൽ ദരിദ്രരും സമ്പന്നർ കൂടുതൽ സമ്പന്നരുമായി മാറുന്ന സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുന്നു. മനുഷ്യോചിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ ഇന്നും ധാരാളം മനുഷ്യർ ജീവിക്കേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത്. വികസനത്തിന്റെ പേരിൽ കുടിയൊഴിക്കപ്പെടുന്ന സാധാരണക്കാർ ഭവനരഹിതരാകുകയും ഗോഡൌണുകളിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. കുത്തക മുതലാളിമാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം പരമ്പരാഗത തൊഴിലിനും ഉപജീവനത്തിനും തടസ്സമായി തീരുന്നതിനും കുടിയേറ്റത്തിനും കാരണമാകുന്നു. പുത്തൻ സാമ്പത്തിക നയങ്ങൾ മത്സ്യത്തൊഴിലാളികളെയും ആദിവാസികളെയും ദളിതരെയും കർഷകരെയും ദുരന്ത സാഹചര്യത്തിലേക്ക് തള്ളിയിടുകയാണ്. ജീവിതം സഹനങ്ങൾ നിറഞ്ഞതാകണമെന്നും എങ്കിൽ മാത്രമേ രക്ഷാകരമായ ഉയർപ്പുണ്ടാകൂ എന്ന് തിരുവനന്തപുരം മേജർ അതിരൂപത സഹായമെത്രാൻ മാത്യൂസ് മാർ പോളികാർപ്പസ് വ്യക്തമാക്കി. സ്നേഹിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് വേദനകൾ സഹനമായി മാറുന്നതെന്നും അപ്പോഴാണ് അത് രക്ഷാകരമായി തീരുക എന്നും മാത്യൂസ് മാർ പോളികാർപ്പസ് കൂട്ടിച്ചേർത്തു. ക്രിസ്തു സഹിച്ച പീഡകളും കുരിശിന്റെ പാതയിലെ വീഴ്ചകളും രക്ഷാകരമായത് അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സഹനമായപ്പോഴാണ്. അത് പരമാർത്ഥമായ സഹനമാണ്. സ്വാർത്ഥതയുടെ നിഷേധമായ കുരിശ് ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ സഹനം രക്ഷാകരമായും അവൻ കുരിശോടുകൂടി നിലത്ത് വീണത് തന്നെ പിൻചെല്ലുന്നവരാരും നിലത്ത് വീഴാതിരിക്കാനാണ്. തിരുവനന്തപുരം നഗരം ചുറ്റിയുള്ള കുരിശിന്റെ വഴിയിൽ 3 റീത്തുകളിലെയും അനേകം വിശ്വാസികൾ പങ്കെടുത്തു. ഷെക്കിന ന്യൂസ്, തിരുവനന്തപുരം.